തിരുവനന്തപുരം സെഷൻസ് കോടതി ഇപ്പോൾ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടച്ചിട്ട കോടതിയിൽ വാദം കേൾക്കണമെന്ന അടക്കമുള്ള ആവശ്യങ്ങൾ കോടതിയുടെ പരിഗണനയിലേക്ക് വന്നു കഴിഞ്ഞു. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ദിവസം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുകയാണ്. ഇന്നലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അത് തന്റെ വാദങ്ങൾ അടച്ചിട്ട കോടതിയിൽ വേണം എന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിച്ചത്. പ്രോസിക്യൂഷനും ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കോടതിയിൽ ആദ്യഘട്ടത്തിൽ കേസ് പരിഗണിക്കുമ്പോൾ കോടതി ഇപ്പോൾ പരിഗണിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആവശ്യമാണ്. അതായത് അടച്ചിട്ട കോടതിയിൽ ഈ തന്റെ വാദം കേൾക്കണം എന്നുള്ളതാണ്. അതിനി സെഷൻസ് കോടതി എത്രത്തോളം പ്രാധാന്യം കൊടുക്കും എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ആദ്യത്തെ പരിഗണന ഈ കോടതിയിലെ മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള വാദം അടച്ചിട്ട കോടതിയിൽ വേണോ വേണ്ടയോ എന്നുള്ളതാണ്. ഇന്നലെ പ്രോസിക്യൂഷൻ അടച്ചിട്ട കോടതി വേണം എന്നുള്ള അടച്ചിട്ട കോടതി മുറി വേണം എന്ന് അപേക്ഷ നൽകിയെങ്കിലും ഒരുപക്ഷെ ഇന്ന് ആ സ്റ്റാൻഡ് മാറ്റാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറേ തെളിവുകൾ 3 ഘട്ടമായി കോടതിയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് പിന്നാലെ സമർപ്പിച്ചിരുന്നു. അപ്പോൾ പ്രോസിക്യൂഷൻ ഒരുപക്ഷെ അതിനെ കോടതിയിൽ എതിർക്കും. കാരണം ഇത് ഓൾറെഡി പബ്ലിക് സ്പേസിൽ വന്ന കാര്യങ്ങളാണ്, വന്ന ഡീറ്റെയിൽസുകളാണ്. അതാണ് ഈ രഹസ്യമായി സീൽഡ് കവറിൽ കോടതിയിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാധുതയൊക്കെ പ്രോസിക്യൂഷൻ ഒരുപക്ഷെ ചോദ്യം ചെയ്തേക്കാം. അപ്പോൾ അങ്ങനത്തെ തെളിവുകൾ ഓൾറെഡി പുറത്തുള്ളത് ഇനിയിപ്പോൾ അടച്ചിട്ട കോടതിയിൽ വാദം കേൾക്കണോ എന്നുള്ള കാര്യം ഒരു സംശയം പ്രോസിക്യൂഷൻ പ്രകടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പോൾ കോടതി പരിഗണിക്കുന്നത് ഈ അടച്ചിട്ട കോടതി മുറിയിൽ വാദം കേൾക്കണോ എന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഹർജിയാണ്. ആ ഹർജി പരിഗണിച്ച് അതിലൊരു തീരുമാനമായ ശേഷമാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക. മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയുടെ മൊഴിയെ പൂർണ്ണമായും നിരാകരിക്കുകയാണ്. അത് രണ്ടുപേരും തമ്മിലുള്ള ഇഷ്ടപ്രകാരമുള്ള ബന്ധമായിരുന്നു, മാത്രമല്ല ഗർഭം തൻ്റേതല്ല അടക്കമുള്ള വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇന്നലെ ഒരു പുതിയ പരാതി, ക്രൂരമായ ബലാത്സംഗത്തിന്റെ വിവരണങ്ങളുള്ളൊരു പരാതി വന്നിട്ടുണ്ട്. അത് പ്രോസിക്യൂഷൻ സ്വാഭാവികമായും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അതിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലേക്ക് പോയി, സ്റ്റേറ്റ് കടന്നുപോയി എന്നുള്ളത് വലിയ തിരിച്ചടിയായി പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിക്കും. കാരണം രാഹുൽ ഒരു മുൻകൂർ ജാമ്യം തേടുന്നയാൾ അവിടെ സ്ഥലത്ത് തന്നെ ഉണ്ടാകണം. പ്രത്യേകിച്ച് MLA പോലൊരാൾ ഒളിച്ചോടുന്ന ഒരാളല്ല എന്ന് അയാൾ തെളിയിക്കുക കൂടി വേണമായിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചു പോയിരിക്കുന്നു. അപ്പോൾ അയാൾക്ക് ജാമ്യം കൊടുത്താൽ ഒളിവിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അയാൾ MLA ആയിട്ടും അയാൾ നാട് വിട്ടു പോയിരിക്കുന്നു എന്നുള്ളൊരു ഭാഗം കോടതിയിൽ അവതരിപ്പിക്കാം. അപ്പോൾ പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കുന്ന ഒരുപാട് തെളിവുകളുമായിട്ടാണ് പ്രോസിക്യൂഷൻ തയ്യാറായി നിൽക്കുന്നത്. ശരി, ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അടച്ചിട്ട കോടതിയിൽ വേണം ജാമ്യ ഹർജിയിൽ വാദം കേൾക്കാൻ എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നു.